കോടനാട്ടെ ആനക്കൂടിന് ബലക്ഷയമെന്ന കണ്ടെത്തൽ. അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ ആനയെ ചികിത്സിക്കാനാകാതെ ഡോക്ടർ അരുൺ സക്കറിയയും സംഘവും മടങ്ങുകയാണ്. 1.5 വർഷം മുമ്പ് അരിക്കൊമ്പൻ ദൗത്യത്തിനു വേണ്ടി പണിത കൂടാണിത്. അതേസമയം ആനയുടെ ആരോഗ്യസ്ഥിതി ഗുരുതരമായി തുടരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ലെവിൻ കെ വിജയൻ ചേരുന്നു. ലെവിൻ, ആനക്കൂടിന് ബലക്ഷയമുണ്ട്. ഇനിയിപ്പോൾ എന്താണ് അടുത്ത നടപടി? കൂട് ബലപ്പെടുത്തുകയാണോ? അരുൺ സക്കറിയയും സംഘവും മടങ്ങിയിരിക്കുകയാണോ? ഇപ്പോൾ എന്താണ് വിവരങ്ങൾ? ലക്ഷ്മി, ഡോക്ടർ അരുൺ സക്കറിയ തന്നെയാണ് അല്പസമയങ്ങൾക്ക് മുൻപ് നമ്മളോട് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. ഔദ്യോഗികമായി ഒരു ബൈറ്റ് എന്നുള്ള നിലയിലുള്ള പ്രതികരണം അദ്ദേഹം തന്നില്ല. പക്ഷേ കാര്യങ്ങൾ വ്യക്തമായി സംസാരിക്കുകയും ചെയ്തു. അദ്ദേഹം പറയുന്നത് കോടനാട്ടെ കൂടിന് ബലക്ഷയമുണ്ട്, അതിൻ്റെ കഴകൾ ബലമില്ലാത്തതാണ് എന്ന് പരിശോധനയിൽ കണ്ടെത്തി. ഒരു ആനയെ പിടികൂടി അവിടെ എത്തിച്ചാൽ അവിടെ നിർത്തി ചികിത്സിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഈ നിലവിലെ കൂട് പര്യാപ്തമല്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അതിന് പകരം ഈ കൂട് ബലപ്പെടുത്തേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ ഇതിനെക്കുറിച്ച് ഒരു പ്രാഥമിക ധാരണ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ വനംവകുപ്പ് നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു. മൂന്നാറിൽ നിന്നും യൂക്കാലി മരങ്ങളാണ് പ്രത്യേകമായി ബലം കൂടുതൽ ആവശ്യമുള്ള മരങ്ങളാണ്. അതുകൊണ്ട് തന്നെ യൂക്കാലി മരങ്ങൾ ഈ കോടനാട്ടേക്ക് എത്തിക്കും. അതിനുശേഷം കഴകൾ മാറ്റി കൂട് ബലപ്പെടുത്തും. ഇതിനുശേഷം മാത്രമേ ദൗത്യം തുടങ്ങാനാവുകയുള്ളൂ എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. നിലവിൽ ആനയെ നമ്മൾ കണ്ടതാണ്. അദ്ദേഹം നേരിട്ടെത്തി പരിശോധിക്കുന്നത്. ആനയുടെ സ്ഥിതി അതീവ ഗുരുതരമാണ് എന്ന് തന്നെയാണ്. ആരോഗ്യാവസ്ഥയിൽ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ആന എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ സ്റ്റാൻഡിംഗ് സെഡേഷൻ നൽകുന്നത് ബുദ്ധിമുട്ടേറിയ കാര്യമാണെന്നും അദ്ദേഹം പറയുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തിരികെ മടങ്ങുകയാണ്. ഇന്ന് അല്പസമയങ്ങൾക്ക് ശേഷം നിലവിൽ ഇവിടെ വാഴച്ചാൽ DFOയും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരും അടക്കമുള്ള ആളുകളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും, കൂടിയാലോചനകൾ നടത്തും. അതിനുശേഷം ഉദ്യോഗസ്ഥർ ഇത് തമ്മിലൊരു ധാരണയാക്കും. അതിനുശേഷം വയനാട്ടിലേക്ക് മടങ്ങി വീണ്ടും കൂട് ബലപ്പെടുത്തിയതിന് ശേഷം തിരികെ വന്ന് ദൗത്യം ആരംഭിക്കാനുള്ള നിലവിലെ പദ്ധതി, അത്തരത്തിലാണ് അദ്ദേഹം തീരുമാനമെടുത്തിരിക്കുന്നത്. പക്ഷേ അത്രയേറെ സമയത്തേക്ക് ഈ ആനയുടെ ആരോഗ്യനില ആ നിലയിൽ മുന്നോട്ട് പോകുമോ എന്നുള്ളൊരു കാര്യം സംശയം അദ്ദേഹം പ്രകടിപ്പിക്കാതിരിക്കുന്നില്ല. കാരണം ഇപ്പോൾ തന്നെ ആന അവശനാണ്. കൂടുതൽ ദിവസങ്ങൾ താമസിക്കുന്തോറും ചികിത്സ നൽകാൻ വൈകുന്തോറും ആനയുടെ ആരോഗ്യനില ബുദ്ധിമുട്ടേറുമെന്നുള്ള കാര്യവും പറയുന്നുണ്ട്. ഏതായാലും ഒരു നിലവിൽ ആദ്യഘട്ടത്തിൽ ചികിത്സ നൽകുമ്പോൾ തന്നെ ജനുവരിയിൽ ഇതിനെ കണ്ടെത്തി മയക്കുവെടി നൽകി ചികിത്സിക്കുമ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു വന്യമൃഗമാണ്, അതുകൊണ്ട് തന്നെ പൂർണ്ണമായ രീതിയിൽ ചികിത്സ തുടർന്ന് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ലെങ്കിൽ ആനയുടെ മുന്നോട്ടുള്ള ആനയെ സർവൈവ് ചെയ്യാനുള്ള ഒരു സാധ്യത കുറവാണ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഒരു ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഈ മുറിവേറ്റ കൊമ്പനെ സംബന്ധിച്ച് നിലവിലുള്ളത്. അദ്ദേഹം എന്തായാലും തിരികെ മടങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിനു മുന്നോടിയായി ചില പ്രാഥമിക നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി നിലവിലെ സാഹചര്യങ്ങൾ അവലോകനം ചെയ്യേണ്ടതുണ്ട്. അത് ഏതൊക്കെയാലും അതിനുവേണ്ടിയുള്ള അദ്ദേഹം ഓഫീസിലേക്ക്, ഫോറസ്റ്റിൻ്റെ IB ഓഫീസിലേക്ക് പോയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന ഭാഗത്ത് തന്നെ ആനയുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന വലതുവശത്ത് ഒരു മൊട്ടക്കുന്ന് പോലത്തെ ഒരു സ്ഥലമാണ്. അവിടെ ആന കയറിയിട്ടുണ്ട്. വനവകുപ്പ് ഉദ്യോഗസ്ഥരും മറ്റ് എസ്റ്റേറ്റ് ജീവനക്കാരുമൊക്കെ ഈ ആനയെ തിരയുകയും നിരീക്ഷിക്കുകയും ചെയ്യുകയാണ്. ആനയുടെ നില ഗുരുതരമാണ് എന്ന് തന്നെയാണ് ഡോക്ടർ അരുൺ സക്കറിയ പറയുന്നത്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഈ ദൗത്യം പൂർത്തീകരിക്കാനാവില്ല. 2 കാരണങ്ങൾ: കൂടിന് ബലക്ഷയമുണ്ട്, ആനയ്ക്ക് ആരോഗ്യാവസ്ഥയ്ക്ക് മോശമായി തുടരുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ കുറച്ചുകൂടെ കാത്തിരിക്കാൻ തന്നെയാണ് നിലവിൽ ദൗത്യസംഘം തീരുമാനിച്ചിരിക്കുന്നത്. ലക്ഷ്മി, ലെവിൻ കെ വിജയൻ ആണ് വിവരങ്ങൾ പങ്കുവച്ചത് അതിരപ്പള്ളിയിൽ നിന്ന്.